ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ വരുന്ന ഓണം എക്സാമിന് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കുന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. സോ എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ വർഷത്തെ ഓണം എക്സാമിന് ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പറയുന്നത് SLC എക്സാം എഴുതുന്ന, അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോടാണ്. അതായത് നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാകുന്ന പല ക്വസ്റ്റ്യൻസിലും മാറ്റങ്ങൾ വന്നേക്കാം. പ്രത്യേകിച്ച് സാർ എടുക്കുന്ന സബ്ജക്റ്റ് ആയിട്ട് ഇംഗ്ലീഷിലൊക്കെ. അതായത് നിങ്ങൾ കണ്ട പ്രൊഫൈലിന്റെ ക്വസ്റ്റ്യൻ, 9ാം ക്ലാസ്സിന്റെ പ്രൊഫൈൽ എന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ അത് നിങ്ങൾ 10ലേക്ക് വരുന്ന സമയത്ത് എന്തായാലും ഉണ്ടാവും. ബയോ സ്കെച്ച് എന്ന ലെവലിലേക്ക് ആ ഒരു ക്വസ്റ്റ്യന്റെ നെയിം എന്ത് ചെയ്തിട്ടുണ്ടാവും, മാറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ നോട്ടീസിന്റെ ക്വസ്റ്റ്യൻ മാറിയിട്ട് എന്തായാലും ഉണ്ടാവും, ഇവന്റ് ഇൻവിറ്റേഷന്റെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അപ്രിസിയേഷൻ ഓഫ് ലൈൻസ് എന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കോളം എന്നിട്ടുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അത് കണ്ടിട്ടുണ്ടാവും പോയത്തിന്റെ കേസിൽ. സോ അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടാവുന്നതാണ്. പിന്നെ അതായത് 16ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 15ാമത്തെ ക്വസ്റ്റ്യനിലൊക്കെ കഴിഞ്ഞ വർഷം മുതലേ ചോയ്സുകൾ ഉണ്ട്, 16A 16B എന്ന് പറഞ്ഞിട്ട്. സോ അതുപോലെ സെയിം നമ്പർ തന്നെ 2 നമ്പേഴ്സ് ഉണ്ടാവും. അതിൽ 16A 16B അല്ലെങ്കിൽ 15A 15B എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡിസ്കോഴ്സിന്റെ ഏരിയയിൽ നിന്ന് നമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പൊ 16A ഒരു കുട്ടി ആൻസർ ചെയ്യുകയാണെങ്കിൽ 16A എന്ന് തന്നെ എഴുതാം. വെറും 16 എഴുതാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ എക്സാമിന് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, 80 മാർക്കിന്റെ എക്സാമിൽ 24 മാർക്ക് കിട്ടിയാൽ എന്ത് ചെയ്യുക, നമ്മൾ പാസ് ആവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് A+ കിട്ടണമെങ്കിൽ 72 72+ മാർക്ക് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ 80 മാർക്കിന്റെ വിഷയങ്ങളിൽ A+ കിട്ടുള്ളൂ എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് എക്സാം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ നമ്പർ എഴുതുന്ന സമയത്ത് നമ്പറിന്റെ കൂടെ കോഡ് ലെറ്റേഴ്സ് ഉണ്ടാവും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 16A ആണെങ്കിൽ 16A എന്ന് തന്നെ ആ എയും കൂടി എന്ത് ചെയ്യാം, നമ്പറിന്റെ കൂടെ എഴുതണം എന്നുള്ളത്. അപ്പൊ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, അടിപൊളിയാക്കി എക്സാം എഴുതാം. സോ ഓരോ മാർക്കിനും എഴുതേണ്ട എത്രത്തോളം എഴുതണം, അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, അപ്കമിങ്ങിൽ ചെയ്യുന്നുണ്ട്. അതായത് 4 മാർക്കിന് എത്ര ആൻസർ ചെയ്യണം, 5 മാർക്കിന് എത്ര എഴുതണം, 6 മാർക്കിന് എത്ര എഴുതണം, 7 മാർക്കിന് എത്ര എഴുതണം. സോ ഇതുമായി ബന്ധപ്പെട്ട ഒരു അടിപൊളി വീഡിയോ നമ്മൾ ചെയ്യും. ആ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.